ദൈവജനമേ, കർത്താവായ ഈശോ സഭയെ സ്നേഹിച്ചത് അവരുടെ പാപത്തിൻ്റെ ഭാരവും വേദനയുമെല്ലാം സ്വയം വഹിച്ചുകൊണ്ടാണ്. യേശയ്യ 53:46 നാം അത് വായിക്കുകയും ചെയ്യുന്നു. കർത്താവായ ഈശോ വന്നത് അതിന് തന്നെയാണ്. ഒരവസരത്തിൽ മാത്രമാണ് അവിടുന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പതറിപ്പോയത്. ഗെത്സമനിയിൽ കുരിശ് കണ്ണുകൾക്ക് മുന്നിൽ വളർന്ന് വലുതായി അവിടുന്ന് പിതാവിനോട് വിളിച്ച് കരഞ്ഞു, ഈ കാസ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഉടനെ തന്നെ തിരുത്തുകയും ചെയ്തു. പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുന്നതിന് സ്നേഹത്തിൻ്റെ സ്വർഗീയ ശക്തി തന്നെ ശക്തനാക്കും എന്ന് കർത്താവിന് ബോധ്യമായി. അവിടുന്ന് സ്വയം സമർപ്പിക്കുന്നു, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ലൂക്ക 22:42. അതിനുശേഷം അവിടുന്ന് തിരിഞ്ഞു നോക്കിയില്ല. പിതാവിൻ്റെ ദൗത്യം അവിടുത്തേക്ക് ഭാരമുള്ളതും ആയില്ല. സുവിശേഷങ്ങൾ പറയുന്നു, അവിടുത്തെ അധരങ്ങളിൽ പരാതി ഉണ്ടായില്ല. അങ്ങനെയാണ് അവിടുന്ന് വധുവായ സഭയെ തികച്ച ഒരു വിശുദ്ധമായ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് തൻ്റെ കുരിശുമരണം വഴി. കറവോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത കളങ്കരഹിതയും പരിശുദ്ധയും ആക്കിയത്. എഫെസോസ് 5:27. വിശുദ്ധ പൗലോസ്ലീഹ ഈ രക്ഷാകര സ്നേഹത്തിൻ്റെ മഹാമാതൃകയാണ്. ഓരോ ഭർത്താക്കന്മാരോടും വിശുദ്ധ പൗലോസ് പറയുന്നത്, ഭർത്താക്കന്മാരെ, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. നമ്മുടെ കുടുംബങ്ങൾ മിക്കവാറും കുറ്റം പറച്ചിലിൻ്റെ കളിയാണ്. പറുദീസയിലെ മനുഷ്യൻ സാത്താന്യ ലോകത്തിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി ദൈവത്തിനെതിരെ മറുതലിച്ചപ്പോൾ ആരംഭിച്ചതാണ് ഈ കളി. ആദം ഹവ്വയെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന് മാംസവും എന്ന് ആദ്യം വിളിച്ചു. എന്നാൽ പതനത്തിന് കാരണമായി പിന്നീട് ആദം ഹവ്വയെ കുറ്റപ്പെടുത്തുന്നു. അന്നു മുതൽ കുറ്റപ്പെടുത്തലിൻ്റെ കളി കുടുംബങ്ങളെ തകർക്കുന്നു. ഈശോയിലൂടെ ഈ സാത്താന്യ മനോഭാവം അവസാനിച്ചു. സ്വർഗീയ മണവാളനായ ഈശോ സഭയാകുന്ന അവിടുത്തെ വധുവിൻ്റെ എല്ലാ വീഴ്ചയും അപചയവും സ്വയം ഏറ്റെടുത്തു. വ്യക്തിപരമായ ബാധ്യതയായി കരുതി അതിൻ്റെ വില കൊടുത്തു. അതാണ് കാൽവരിയിലെ സംഭവം.